ശ്രീ സായിറാം. അധ്യായം 2. സായി സച്ചരിതം. ഹേമന്ത് പാന്ത്. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതി ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും ശരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. ശ്രീ സായീശ്വരൻ്റെ അദ്ഭുത ലീലകൾ കണ്ടും കേട്ടും എൻ്റെ ഹൃദയം പ്രേമപൂർണമായി. ആ ആനന്ദധാര രൂപം കൊണ്ടതാണ് ഈ ഗ്രന്ഥം. ഇഹലോക ദുഃഖത്തിനുള്ള ഒരേയൊരു മരുന്ന് ഈശ്വര കഥ കേൾക്കുകയാണ്. സായീശ്വരൻ്റെ വിസ്മയലീലകൾ കേൾക്കുന്നത് ആനന്ദകരവും ആശ്ചര്യകരവുമായിരിക്കും. കഥ കേൾക്കുന്നവരുടെ പാപങ്ങൾ ദഹിച്ചു പോകും. പക്ഷേ ഒരു ഋഷിയുടെ ജീവിതം എഴുതുക എന്നത് അതിസാഹസം. ഋഷിക്കു മാത്രമേ മറ്റൊരു ഋഷിയെ അറിയാനാകൂ. ഞാനോ പാമരൻ, അടുത്ത സുഹൃത്തുക്കളെ പോലും വേണ്ട വിധം മനസ്സിലാക്കാൻ ത്രാണിയില്ലാത്തവൻ. ആ ഞാനെങ്ങനെ അവതാരത്തിൻ്റെ മഹാത്മ്യം കീർത്തിക്കും? വേദങ്ങൾ പോലും അടിച്ചു നിൽക്കുന്ന ഇക്കാര്യത്തിൽ ഞാനെങ്ങനെ അവതാരചരിതം വിവരിക്കും? അസാധ്യമാണത്. സപ്തസാഗരങ്ങളിലെ ജലമളക്കാൻ കഴിഞ്ഞേക്കാം, ആകാശം മുഴുവനും വസ്ത്രം കൊണ്ട് മൂടാനും സാധിച്ചേക്കും. പക്ഷേ ഒരു ഋഷിയെ മനസ്സിലാക്കുക അസാധ്യം. മഹാപ്രഭു സായീശ്വര, കരുണ ചൊരിഞ്ഞാലും അവിടുത്തെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമേ ഈ ഉദ്യമം നിറവേറൂ. അവിടുത്തെ അവതാര മഹിമ പാടാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഈ വലിയ കാര്യത്തിന് ഞാൻ ശ്രമിച്ചാൽ ലോകം എന്നെ പരിഹസിക്കും. അങ്ങ് അതിൽ നിന്നും എന്നെ രക്ഷിച്ചാലും? ഇല്ല, ഞാൻ ഭയക്കുന്നില്ല. കാരണം ഋഷിമാരുടെ ജീവിതകഥ എഴുതുന്നവൻ ഈശ്വരന് പ്രിയപ്പെട്ടവനാണെന്ന് ജ്ഞാനീശ്വരൻ അരുളിയിട്ടുണ്ട്. ഈ അമൃതകഥ എഴുതാനുള്ള പ്രചോദനം എനിക്ക് നൽകിയത് അവിടുന്ന് തന്നെയല്ലേ? ഞാൻ മന്ദമതിയെങ്കിലും അങ്ങയുടെ കാര്യങ്ങൾ ഭംഗിയായി എന്നെക്കൊണ്ട് എങ്ങനെ ചെയ്യിക്കണമെന്ന് അവിടുത്തേക്കറിയാം. ഏതു രീതിയിലാണോ സ്വഭക്തൻ തന്നെ സേവിക്കാൻ ആഗ്രഹിക്കുന്നത്, അவ்விധം ഭക്തന്മാരെ കൊണ്ട് സേവനം ചെയ്യിക്കുന്നതും അവിടുന്ന് തന്നെ. പിന്നെ ഞാനെന്തിനും ഭയക്കണം? ഞാൻ സുരക്ഷിതൻ തന്നെ. ഋഷീശ്വരൻ പ്രചോദനമേകുന്നതോടെ ഭക്തൻ പണിയായുധമായി മാറും. അങ്ങനെ അക്കാര്യം വിജയത്തിൽ കലാശിക്കും. ഇതിനുദാഹരണങ്ങൾ അനവധി. ശകവർഷം 17-ാം നൂറ്റാണ്ടിൽ മഹീപതി ഇങ്ങനെ ഋഷീശ്വരന്മാരാൽ പ്രചോദിതനായി അവരുടെ ചരിതമെഴുതി. അത് സജ്ജനങ്ങളാൽ സ്വീകരിക്കപ്പെട്ടു. 18-ാം നൂറ്റാണ്ടിൽ ദാസ്കനുവിന് ഋഷിചരിതം എഴുതാൻ പ്രേരണയുണ്ടായി. ആ സേവനവും ഋഷീശ്വരന്മാർ സ്വീകരിച്ചു. ഭക്തവിജയം, സന്തവിജയം, ഭക്തലീലാമൃതം, സത്കഥാമൃതം ഈ 4 ഗ്രന്ഥങ്ങൾ ദാസ്കനു രചിച്ചതാണ്. ആധുനിക ഋഷിമാരുടെ ജീവിതചരിതമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭക്തലീലാമൃതം, സന്ത് കഥാമൃതം എന്നീ ഗ്രന്ഥങ്ങളിൽ സായീശ്വരൻ്റെ അതിമധുരമായ പുണ്യകഥകളും അവിടുത്തെ സന്ദേശങ്ങളും ഇമ്പമായി വിശദീകരിച്ചിരിക്കുന്നു. പ്രിയ സജ്ജനങ്ങളെ, ഇതെല്ലാം വായിച്ചാലും ശ്രീമതി സാവിത്രിഭായ് രഘുനാഥ് ടെണ്ടുൽക്കർ സായിബാബയുടെ അദ്ഭുതലീലകൾ എന്ന ചെറിയൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആമിദാസ് ഭവാനി മേത്ത ഗുജറാത്തിയിൽ സായി കഥകൾ എഴുതിയിട്ടുണ്ട്. കൂടാതെ സായി പ്രഭ എന്ന പേരിൽ ബാബയുടെ ഒരു ലീലാ കഥാസമാഹാരം സായി ഭക്തന്മാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ സായിയെക്കുറിച്ച് തന്നെ ഇപ്പോഴുണ്ട്. ഇനി എന്തിന് പുതിയൊരു സായി ചരിതം എന്ന് വായനക്കാർക്ക് തോന്നാം. അത് സ്വാഭാവികം. അതിനുള്ള ഉത്തരം അതിലളിതം. കേൾക്കൂ. സായീശ്വരൻ്റെ ജീവിതം സാഗരതുല്യം. അത് അനന്തം. അത് സമുദ്രത്തിൽ മുങ്ങിത്തപ്പുന്ന ആർക്കും ജ്ഞാനവും ഭക്തിയുമാകുന്ന അമൂല്യരത്നങ്ങൾ ലഭിക്കും. താല്പര്യമുള്ളവർക്ക് അത് വാരി പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാം. സായീശ്വരൻ്റെ ഉപദേശങ്ങളും കഥകളും അത്യന്തം വശീകരണ ശക്തിയുള്ളതാണ്. അത് കേൾക്കുന്ന ജനങ്ങളുടെ വിശപ്പും ദാഹവും ദുഃഖവും അകലും. മനസ്സ് ശാന്തി പൂർണ്ണമാകും. ലൗകിക ക്ലേശങ്ങളിൽ നിന്നും മനസ്സ് ഈശ്വരചിന്തയിലേക്ക് ഒഴുകും. വേദോപമാണ് സായീശ്വരൻ്റെ അമൃതവചനങ്ങൾ. അത് കേട്ട് മനനം ചെയ്യുന്നവർക്ക് സാധിക്കാത്തതായി യാതൊന്നുമില്ല. മാത്രമല്ല, ഈശ്വര സാക്ഷാത്കാരം വരെ ലഭിക്കും. അതിനാൽ സായിനാഥൻ്റെ കഥകൾ സമാഹരിക്കാനും എഴുതാനും ഞാൻ തീരുമാനമെടുത്തു. മാത്രമല്ല, ഇനി അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം. സായീശ്വരനെ നേരിട്ട് കാണാനും കേൾക്കാനും ഭാഗ്യം ലഭിക്കാത്തവർക്ക് ഈ ഗ്രന്ഥം ആനന്ദമേകും. ഈ വിധ ചിന്തകളാൽ ഞാൻ ഓരോ സംഭവങ്ങൾ ശേഖരിക്കാൻ ആരംഭിച്ചു. അതിനായി എനിക്ക് ബുദ്ധിയേകിയതും സായീശ്വരൻ തന്നെ. ഇനി ഗ്രന്ഥരചനയ്ക്ക് ബാബയുടെ അനുവാദവും അനുഗ്രഹവും അത്യാവശ്യം. നേരിട്ട് ചോദിക്കാൻ എനിക്ക് ഭയം. ബാബയുടെ അടുത്ത ഭക്തനാണ് ശ്യാമ മാധവറാവു ദേശ്പാണ്ഡെ. എൻ്റെ ആഗ്രഹം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ആരുമില്ലാത്തൊരു സമയം അദ്ദേഹം ബാബയോട് ഇക്കാര്യം ഉണർത്തിച്ചു. ബാബ, ഈ അന്നാ സാഹിബ്
ദബോൽക്കർ അവിടുത്തെ ജീവിതചരിതം എഴുതാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് തടസ്സം പറയരുത്. ഞാൻ ഭിക്ഷാന്തേഹിയാണെന്നും യാചകൻ്റെ ചരിതമെഴുതിയാൽ ജനങ്ങൾ പരിഹസിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒഴിയരുതേ. അവിടുത്തെ ചെപ്പിൽ സൂക്ഷിക്കേണ്ട മണിരത്നമാണെന്ന് ഞങ്ങൾക്കറിയാം. സായീശ്വര, അവിടുന്ന് അനുഗ്രഹിച്ചാൽ ഈ കൃതി വിജയകരമായി അദ്ദേഹം എഴുതും. എൻ്റെ അന്തർഗതം പ്രാർത്ഥന ഹൃദയേശ്വരനായ സായിനാഥൻ അറിഞ്ഞു. അവിടുന്ന് കൃപാപൂർവം അരുളി, അവൻ്റെ ആഗ്രഹം സഫലമാകട്ടെ. ഞാൻ ഉടൻ ആ തൃപ്പാദങ്ങളിൽ ശിരസ്സർപ്പിച്ചു. കരുണാമയൻ തൃക്കൈ എൻ്റെ ശിരസിൽ വെച്ചു. അതിനുശേഷം മുദ്ധി നൽകി. പിന്നീട് പ്രക്ഷുബ്ധമായ എൻ്റെ മനസ്സിന് ശാന്തിയേകാനായി അവിടുന്ന് അരുളി, വിശ്വസനീയമായ അനുഭവങ്ങളും കഥകളും ശേഖരിക്കൂ. അതിൻ്റെ കുറിപ്പും തയ്യാറാക്കുക. ഞാൻ നിന്നെ സഹായിച്ചു കൊള്ളാം. ഭക്തൻ വെറുമൊരു ബാഹ്യോപകരണം മാത്രം. ഞാൻ ഭക്തനിൽ കൂടി എൻ്റെ ചരിതം എഴുതും. അങ്ങനെ അയാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. പക്ഷേ അതിനായി അയാൾ സ്വന്തം അഹങ്കാരം എൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കണം. ആർക്കാണോ അതിന് കഴിയുന്നത് അയാളെ ഞാൻ സമ്പൂർണ്ണം സഹായിക്കും. അവനുവേണ്ടി ഞാൻ എല്ലാ വിധത്തിലും പ്രയത്നിക്കും. അഹങ്കാരവും അഹന്തയും ലേശം പോലും ഇല്ലാതെ വരുമ്പോൾ ഞാൻ സ്വയം അയാളിൽ കുടികൊണ്ട് എൻ്റെ കൈകളാൽ തന്നെ ഗ്രന്ഥം എഴുതുന്നതാണ്. സായീശ്വരൻ തുടർന്നു, നീ എവിടെയായാലും എന്നെ സ്മരിക്കൂ. വീണ്ടും വീണ്ടും സ്മരിക്കൂ. അതോടെ നിന്നുള്ളിൽ പ്രശാന്തി ഉറവയെടുക്കും. എൻ്റെ കഥകൾ കേട്ടാൽ, പറഞ്ഞാൽ, അവ ധ്യാനിച്ചാൽ മനം പ്രേമഭക്തിയാൽ നിറയും. അജ്ഞാനം നശിക്കും. അവന് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും. ഇതിലേറെ എന്തു വേണം? ഒരാളുടെ വിശ്വാസം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കരുത്. ആരുടെയും അഭിപ്രായത്തെ എതിർക്കുകയും അരുത്. സ്വന്തം ആശയത്തിൽ ദുശ്ശാഠ്യവും അരുത്. അതിനാൽ ഇതിനെക്കുറിച്ചൊരു തർക്കമരുത് എന്ന് കേട്ട് ഞാൻ വല്ലാതായി. സായീശ്വരൻ തർക്കമരുത് എന്ന് അരുളിയതിനു പിന്നിൽ ഒരു സംഭവമുണ്ട്. പ്രിയ വായനക്കാരെ, അക്കാര്യം കേട്ടാലും. അതുവഴിയാണ് എനിക്ക് ഹേമത് പാന്ത് എന്ന പേരും ലഭിച്ചത്. ഇങ്ങനെയായിരുന്നു ആ സംഭവം. എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് കാക്കാ സാഹിബ് ദീക്ഷിതും നാനാ സാഹിബ് ചന്ദോർക്കറും. കാക്കാ സാഹിബ് ഷിർദിയിൽ പോകാനായി എന്നെ പലപ്പോഴും നിർബന്ധിച്ചു. പക്ഷേ എനിക്ക് അപ്പോഴൊന്നും പോകാനായില്ല. അക്കാലത്താണ് എൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മകന് പനി പിടിച്ചത്. രോഗം ഗുരുതരമായി. ലഭിക്കാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു. പൂജാദികൾ നടത്തി നോക്കി. ഫലമുണ്ടായില്ല. ഒടുവിൽ അവരുടെ ഗുരുവിനെ വരുത്തി രോഗിക്ക് സമീപം ഇരുത്തി പ്രാർത്ഥിപ്പിച്ചു. പക്ഷേ അതിനൊന്നും കുട്ടിയെ രക്ഷിക്കാനായില്ല. ആ വാർത്ത എന്നെ വല്ലാതെ ഉലച്ചു. ഒരേ ഒരു പുത്രൻ, അവനെ രക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു ഗുരു ഉണ്ടായിട്ട് എന്തു പ്രയോജനം? ഇക്കാരണത്താൽ ഷിർദിയിൽ പോകാനും ഗുരുവിനെ തേടാനുമുള്ള എൻ്റെ ആവേശം തണുത്തു. എത്ര വലിയ ഗുരുവിനെ കിട്ടിയാലും വിധിയെ മറികടക്കാനാവില്ലെന്നും തോന്നി. അങ്ങനെ ഷിർദിയിലേക്കുള്ള യാത്ര നീണ്ടു. പക്ഷേ ഈശ്വരഹിതം പ്രവർത്തിക്കുന്നത് നമുക്കറിയാത്ത വഴികളിലൂടെ. ഒരുവൻ്റെ ധർമാധർമ്മങ്ങളാണ് അവൻ്റെ കർമ്മഗതിയെ നയിക്കുക. എൻ്റെ പൂർവ്വപുണ്യം എന്നെ ഷിർദിയിലേക്ക് കൊണ്ടുപോയി. പ്രാന്ത് അധികാരിയായിരുന്ന നാനാ സാഹിബ് ചന്ദോർക്കർ ബസ്ലീനിലേക്ക് ടൂർ പോകുന്ന സമയം. അദ്ദേഹം യാത്രക്കിടയിൽ ദാദറിലെത്തി. അടുത്ത വണ്ടി വരാൻ 1 മണിക്കൂർ വൈകുമെന്നറിഞ്ഞപ്പോൾ ബാന്ദ്രയിലുള്ള വണ്ടി വന്നു. അദ്ദേഹം അതിൽ കയറി ബാന്ദ്രയിലിറങ്ങി. എന്നെ വിളിച്ചു, നിങ്ങൾ ഇനി എന്നാണ് സായീശ്വരനെ ദർശിക്കാൻ പോകുന്നത്? ഈ ആലസ്യം മഹാകഷ്ടം തന്നെ. ദൃഢനിശ്ചയമില്ലാത്തതാണ് ഇതിന് കാരണം. അദ്ദേഹം ശാസനാരൂപത്തിൽ ഉപദേശിച്ചു. എനിക്ക് ലജ്ജ തോന്നി. എന്നാൽ ഇനി യാത്ര വൈകിക്കേണ്ടെന്നും കരുതി. അങ്ങനെ ഞാൻ യാത്ര പുറപ്പെട്ടു. ദാദറിൽ തീവണ്ടി നിർത്തുമെന്ന ധാരണയിൽ ഞാൻ ടിക്കറ്റ് എടുത്തു. വണ്ടിയിൽ കയറി. അപ്പോഴാണ് ഒരു മുഹമ്മദിയൻ ഓടി വന്നത്. അദ്ദേഹം എൻ്റെ കമ്പാർട്ട്മെൻറ്റിലെത്തി. യാത്രയെക്കുറിച്ച് തിരക്കി. ഞാൻ വിവരം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അറിയിച്ചു, ദാദറിൽ വണ്ടി നിർത്തുകയില്ല. അതുകൊണ്ട് വിക്ടോറിയ ടെർമിനലിൽ ചെല്ലുമ്പോൾ ഇറങ്ങുക. ഈ മുന്നറിയിപ്പ് മഹാഭാഗ്യമായി. അല്ലെങ്കിൽ എനിക്ക് എന്തു സംഭവിക്കുമായിരുന്നു എന്നറിയില്ല. കാരണം ചഞ്ചലമായ മനസ്സിൽ വീണ്ടും സംശയങ്ങൾ ആഞ്ഞടിക്കും. ഷിർദിയിലെത്താൻ ഉണ്ടായ തടസ്സങ്ങൾക്ക് ഞാൻ പല കാരണങ്ങളും കണ്ടെത്തും. സായിയെ നിന്ദിക്കും. പക്ഷേ സുഹൃതം എനിക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ 9-നും 10-നും ഇടയിൽ ഷിർദിയിലെത്തി. എന്നെ കാത്ത് ബാബാ സാഹിബ് ദീക്ഷിത് നിൽപ്പുണ്ടായിരുന്നു. അന്ന് ഭക്തന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യം സദയുടെ വാട മാത്രം. ബാബാ ദർശനത്തിനുള്ള തിടുക്കത്തിലായിരുന്നു ഞാൻ. അപ്പോഴേക്കും മസ്ജിദിൽ നിന്ന് വന്ന ബാബയുടെ പരമഭക്തരിൽ ഒരാളായ താത്യ സാഹിബ് ചന്ദോർക്കർ എന്നോട് പറഞ്ഞു, വരൂ, വേഗമാകട്ടെ, ഉടൻ പോയി ദർശനം നടത്തൂ. ബാബ ഇപ്പോൾ സത്രത്തിൻ്റെ മൂലയിൽ നിൽക്കുന്നുണ്ട്. വേഗം പോയി ദർശനം നടത്തുക.
പിന്നീട് സൗകര്യമായ കുളിയൊക്കെ കഴിഞ്ഞ് കാണാം. ഞാൻ ബാബ എഴുന്നള്ളിയ ദിക്കിലേക്ക് പാഞ്ഞു. ആ പുണ്യരൂപം കണ്ടു, നമസ്കരിച്ചു. എന്നുള്ളിൽ ആനന്ദ തിരമാലകൾ അലയടിച്ചുയർന്നു. ഉള്ളിൽ ആനന്ദ കമ്പോളം. എൻ്റെ മിഴികൾ ആ ദർശനത്തോടെ ധന്യമായി. ഇനി ഒന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. വിശപ്പും ദാഹവും അകന്നു. സമസ്ത ആഗ്രഹങ്ങളും കെട്ടടങ്ങിയ പോലെ. തൃപ്പാദ സ്പർശനം എന്നെ മാറ്റിമറിച്ചു. എൻ്റെ പുതിയ ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. ഈ മഹത്തായ ദർശനത്തിന് എന്നെ പ്രേരിപ്പിച്ച, തിടുക്കം കൂട്ടിയ ഓരോരുത്തരോടും ഞാൻ അത്യന്തം കടപ്പെട്ടിരിക്കുന്നു. അവരാണ് എൻ്റെ യഥാർത്ഥ ബന്ധുക്കൾ. അവരോടുള്ള കടപ്പാട് ഒരിക്കലും എനിക്ക് തീർക്കാനാകില്ല. തൊഴുകയോടെ അവരെ ഓരോരുത്തരെയും ഞാൻ സ്മരിക്കുന്നു, നമിക്കുന്നു. സായി ദർശനം അനുപമം, അവാച്യം. സകല സംശയങ്ങളും ആ ദർശനത്തിൽ ദഹിച്ചുപോയി. പൂർവ്വജന്മാർജിതമായ പാപങ്ങൾ നശിച്ചു. യഥാർത്ഥ വിരക്തി ഉറവെടുത്തു. മഹായോഗേശ്വരനായ സായിയുടെ ദർശനം പൂർവ്വജന്മ പുണ്യങ്ങളാൽ കൈവന്നതാണ്. സായി ദർശനത്തോടെ പ്രപഞ്ചം സായിമയമായിട്ടുള്ളതാണെന്ന് ഒരുവന് വ്യക്തമാകും. സായി ദർശനം എന്നെ വളരെയേറെ പരിശുദ്ധനാക്കി. ഞാൻ ഷിർദിയിൽ ചെന്ന ദിവസം ഒരു തർക്കമുണ്ടായി ബാലാ സാഹേബ് ഭാട്ടിയുമായി. തർക്കവിഷയം: ഗുരു ആവശ്യമാണോ? എൻ്റെ വാദഗതി ഇങ്ങനെയായിരുന്നു: എന്തിന് നാം ഒരാൾക്ക് ഗുരുവിന് കീഴടങ്ങുന്നു? സ്വന്തം സ്വാതന്ത്ര്യം കളയുന്നു? ഈ ക്ലേശങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സ്വയം പരിശ്രമിക്കുക തന്നെ വേണം. അലസനായി കാലം പോക്കുന്ന ഒരുവനെ ഗുരുവിനെ എങ്ങനെ സഹായിക്കാനാകും? മറുപക്ഷത്തിൻ്റെ വാദഗതി ഇങ്ങനെയായി: എത്രമാത്രം ശ്രമിച്ചാലും പ്രയത്നിച്ചാലും എത്ര പണ്ഡിതനായാലും ഗുരു കൃപയില്ലാതെ ഒന്നും ഫലവത്താകില്ല. തർക്കം നീണ്ടു. 1 മണിക്കൂറിലേറെ വാഗ്വാദം കൊടുമ്പിരി കൊണ്ടു. ഒരു തീരുമാനവുമായില്ല. എല്ലാ തർക്കങ്ങളിലും സംഭവിക്കുന്നത് പോലെ എൻ്റെ മനഃശാന്തിയും പോയി. അഹങ്കാരമുള്ളതിനാലാണ് ഈ മാതിരി വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞങ്ങൾ മസ്ജിദിലേക്ക് പോയി. സായിബാബ കാക്കാ സാഹിബിനോട് ചോദിച്ചു, എന്തായിരുന്നു സദേവാഡയിലുണ്ടായ തർക്കം? അതിനുശേഷം എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് സായി തിരക്കി, ഈ ഹേമത് പാന്ത് എന്തു പറയുന്നു? ബാബ വചനങ്ങൾ കേട്ട് ഞാൻ തരിച്ചുപോയി. ഞങ്ങൾ തമ്മിലുണ്ടായ തർക്കം സായി എങ്ങനെ അറിഞ്ഞു? വാടയും മസ്ജിദും തമ്മിൽ വളരെയധികം ദൂരമുണ്ട്. ഹൃദയവാസിയല്ലെങ്കിൽ അവിടത്തേക്ക് എങ്ങനെ ഏറെ ദൂരം നടന്ന ഇക്കാര്യം അറിയാനാകും? അവിടുത്തെ തുളച്ചു കയറുന്ന വാക്കുകൾ കേട്ട് ഞാൻ വല്ലാതായി. എന്താണ് ബാബ എന്നെ ഹേമത് പാന്ത് എന്ന് വിളിക്കാൻ കാരണം? ദേവഗിരിയിലെ യാദവ വംശ രാജാക്കന്മാരായിരുന്നു മഹാദേവനും രാമരാജനും. പണ്ഡിതശ്രേഷ്ഠനായ ഹേമാദ്രി ഇരുവരുടെയും മന്ത്രിയും. ഹേമാദ്രി പാന്ത് എന്ന പദം മറാത്തിയിൽ ഹേമത് പാന്ത് എന്നായി. ചതുർവർഗ ചിന്താമണി, രാജപ്രശസ്തി എന്നീ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും അദ്ദേഹം നിപുണനും ഉന്നതനുമായിരുന്നു. ഞാനാകട്ടെ അജ്ഞൻ, മൂഢൻ. എന്തേ സായീശ്വരൻ ഞാൻ അർഹിക്കാത്ത ഈ നാമം എനിക്ക് നൽകിയത്? ഹേമത് പാന്ത് കുശാഗ്രബുദ്ധിയായ രാഷ്ട്രീയ മീമാംസകൻ, ഞാൻ മന്ദബുദ്ധി. അദ്ദേഹം സംസ്കൃത കാവ്യരചനയിൽ കേൾവി കേട്ടവൻ. എനിക്കോ ഒരു വരി കവിത പോലും വഴങ്ങില്ല. ഒടുവിൽ എനിക്ക് ബോധ്യമായി, ഈ പേര് സായീശ്വരൻ നൽകിയത് എൻ്റെ അഹങ്കാരത്തെ തകർക്കുന്നതിനായിട്ടാണ്. ഞാൻ എപ്പോഴും വിനയശീലനും എളിയവനുമായിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. വിവാദശീലവും നന്നല്ല. പൂർണ്ണ വിശ്വാസവും ക്ഷമയും ധൈര്യവുമില്ലെങ്കിൽ ആധ്യാത്മികോന്നതി അസാധ്യം. എന്തായാലും ഏതായാലും സായീശ്വരൻ കൽപ്പിച്ചരുളിയ നാമം ഞാൻ എനിക്കൊരലങ്കാരമായി എളിമയോട് സ്വീകരിക്കുന്നു. സായിയാണ് നമുക്കെല്ലാം. നമ്മുടെ ആനന്ദകാരണവും ആനന്ദവും സമസ്ത ദുഃഖങ്ങളുടെ പരിഹാരവും സകല ഐശ്വര്യങ്ങളും സായീശ്വരൻ മാത്രം. നമ്മുടെ പരമമായ ആശ്രയവും ആ തൃപ്പാദം തന്നെ. നമ്മുടെ കാതുകൾ സായി ചരിതം മാത്രം കേൾക്കട്ടെ. ആ കഥാശ്രവണം കൊണ്ട് മാത്രം സംസാര ഭയം അകലട്ടെ. കലിയുഗ സ്വാധീനത്താൽ മലിനമാക്കപ്പെട്ട മനം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടട്ടെ. സമസ്ത ലോകത്തിനും മംഗളം ഭവിക്കട്ടെ. 2-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ.